ഒരു ദിവസം ഒരു പയ്യനെയും കൂട്ടിയിട്ട് ഒരു സുഹൃത്ത് സുജിത് കുമാറിനെ കാണാൻ വരികയാണ്. ഇൻഫോസിസിലെ HR കിങ്ങും ഒരു മോട്ടിവേഷണൽ സ്പീക്കറുമാണ് സുജിത് കുമാർ. അപ്പൊ അദ്ദേഹം ഒരു സ്ഥലത്ത് എഴുതി ലവ് വാട്ട് യു ഡു ആൻഡ് ഡു വാട്ട് യു ലവ് എന്ന്. അത് വായിച്ചിട്ടാണ് ഈ സുഹൃത്ത് ഈ പയ്യനെയും കൂട്ടിയിട്ട് വരുന്നത്. ചെട്ടിനാട് ഹോസ്പിറ്റലിൽ AC മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുകയാണ് ഈ പയ്യൻ. രാവിലെ കാർ വാഷിങ്ങിന് പോയിട്ട് കുറച്ച് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കും. പക്ഷേ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം അച്ഛൻ പാരലൈസ്ഡ് ആണ്, അനുജത്തിയുണ്ട്, അവളെ കല്യാണം കഴിപ്പിച്ചയക്കണം. അപ്പൊ ഈ സുഹൃത്ത് വന്നത് ഒന്ന് ഇവനെ കൗൺസിൽ ചെയ്യണം, ഉപദേശിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സുജിത് കുമാർ അവനെയും കൂട്ടി ഒരു ചായ കുടിച്ചുകൊണ്ട് 2 മിനിറ്റ് നേരം സംസാരിച്ചു. എന്തൊക്കെയാണ് നിനക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഡു വാട്ട് യു ലവ് എന്നാണല്ലോ. അങ്ങനെ അവന് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ 2 കാര്യങ്ങൾ സുജിത് കുമാറിന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അതിലൊന്ന്, ഇയാൾക്ക് ഫിറ്റ്നസ് ഭയങ്കര ഇഷ്ടമാണ്, ഓടാനും ചാടാനും ജിമ്മിൽ പോവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം, ഡോഗ്സിനെയും കാറ്റ്സിനെയും അങ്ങനെ പെറ്റ് ആനിമൽസിനോട് വല്ലാത്തൊരു സ്നേഹമുണ്ട്. ഈ ഒരു ഇഷ്ടം കാരണം അടുത്തുള്ള ഒരു വെറ്ററിനറി ഹോസ്പിറ്റലിൽ ഒരു പാർട്ട് ടൈം ജോലിക്ക് ഇയാൾ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഡോഗ്സിനൊക്കെ സൂചി വെച്ചു കൊടുക്കുമ്പോൾ ഈ ഡോഗ്സിന്റെ കാല് പിടിച്ചു കൊടുക്കുന്ന ഒരു കമ്പൗണ്ടറുടെ ജോലിയാണ് ഈ പയ്യൻ ചെയ്യുന്നത്. അതിനൊരു ദിവസം 200-250 അവന് കൂലി കിട്ടും. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം സുജിത് കുമാർ പറഞ്ഞു, ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണും, നമുക്ക് ആലോചിക്കാം എന്ന്. ഒരാഴ്ചക്ക് ശേഷം സംഭവിച്ച ആ മീറ്റിംഗിലാണ് ജീവിതമാകെ മാറി മറിയുന്നത്. സുജിത് കുമാർ ഒരു ഐഡിയ പറഞ്ഞു. ചെന്നൈയിൽ ഒരുപാട് ആളുകൾ ഡോഗ്സിനെ വളർത്തുന്നുണ്ട്. പക്ഷേ ഈ ഡോഗ്സിനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നടത്താൻ കൊണ്ടുപോവാൻ പലർക്കും മടിയാണ്. സുജിത് കുമാർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ഓപ്പോസിറ്റിലുള്ള ഫ്ളാറ്റിലെ ഹസ്ബൻഡും വൈഫും എപ്പോഴും ഈ കാര്യം പറഞ്ഞ് വഴക്കാണ്. നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടു നോക്കാം, ആ ഡോഗിനെ നടത്താൻ കൊണ്ടുപോകുന്ന ജോലി നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞു. ആ പയ്യന് ഒട്ടും വിശ്വാസമില്ല. ഡോഗിനെ നടത്താൻ കൊണ്ടുപോകുന്നതിന് ആരെങ്കിലും കാശ് തരുമോ എന്നാണ് അവൻ ചോദിച്ചത്. കാറ് വാഷ് ചെയ്ത് കൊടുക്കുന്നതിന് ആൾക്കാർ ക്യാഷ് തരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡോഗിനെ നടത്താൻ കൊണ്ടുപോയ ക്യാഷ് തന്നുകൂടാ എന്നും പറഞ്ഞ് അവർ ആ കപ്പിളിനെ പോയി കണ്ടു. രാവിലെയും വൈകുന്നേരവും ഈ പയ്യൻ നിങ്ങളുടെ ഡോഗിനെ നടത്താൻ കൊണ്ടുപോകും, മാസം എത്ര രൂപ കൊടുക്കും എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു 1500 രൂപ തരാം. അപ്പൊ ഒരു ഡോഗിനെ 2 നേരം നടത്താൻ കൊണ്ടുപോയാൽ 1500 രൂപ. അങ്ങനെ ആ ഡീൽ ഉറപ്പിച്ചു. തൊട്ടടുത്ത ദിവസം ആ അപ്പാർട്ട്മെന്റിന്റെ അസോസിയേഷനിൽ സംസാരിച്ചു. മൊത്തം 32 പേര് ഡോഗിനെ വളർത്തുന്നുണ്ട്. അതിൽ 12 പേര് ഈ പയ്യനെ ഡോഗിനെ നടത്താൻ കൊണ്ടുപോകാനുള്ള ഈ ജോലി ഏൽപ്പിച്ചു. 12 × 1500, മാസം 18,000 രൂപ. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ആ അപ്പാർട്ട്മെന്റ് വിട്ട് സുജിത് കുമാർ വേറൊരു ഏരിയയിലേക്ക് താമസം മാറി. പിന്നീട് സുജിത് കുമാർ ഈ പയ്യനെ കാണുന്നത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. അവൻ സുജിത് കുമാറിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നിരിക്കുകയാണ്. കയ്യിൽ 1 കിലോ സ്വീറ്റ്സ് എന്തോ വാങ്ങിച്ചിട്ടുണ്ട്, സന്തോഷം പകരാനുള്ള മധുരം. അവൻ വന്നത് ഒരു ബജാജ് പൾസർ ബൈക്കിലാണ്. കണ്ടപ്പോ തന്നെ ബൈക്ക് വാങ്ങിയ കാര്യം അന്വേഷിച്ചു. അന്ന് ആ ബൈക്കിന് 1,25,000 രൂപ വിലയുണ്ട്. അപ്പൊ നീ ലോൺ എടുത്തോന്ന് ചോദിച്ചു. ഇല്ല സർ, ലോണൊന്നും എടുത്തിട്ടില്ല, കംപ്ലീറ്റ് കാശായിട്ട് കൊടുത്തിട്ട് തന്നെ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. ശരി, നിന്റെ ഡോഗ് വാക്കിംഗ് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു. വളരെ നന്നായിട്ട് പോകുന്നു സർ, ഞാനിപ്പോ 127 ഡോഗ്സിനെ നടത്താൻ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു. 127 ഡോഗിനെയൊക്കെ രാവിലെയും വൈകുന്നേരവും നടത്താൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണോ എന്ന് സുജിത് കുമാർ വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു. എനിക്കെങ്ങനെ നടത്താൻ കൊണ്ടുപോകാൻ പറ്റും സർ, ഞാനൊന്ന് സൂപ്പർവൈസ് ചെയ്താൽ മാത്രം മതി. ഡോഗിനെ നടത്താൻ കൊണ്ടുപോകാൻ എനിക്കിപ്പോ 20 ജോലിക്കാരുണ്ട്. 18 പേര് സ്ഥിരം ജോലിക്കാരും 2 പേര് ബാക്കപ്പും. അതെന്തിനാണ് ബാക്കപ്പ് എന്ന് ചോദിച്ചപ്പോ അവൻ പറയുകയാണ്, ഈ 18 പേരിൽ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് അപ്സെറ്റ് ആവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ബാക്കപ്പ് സ്റ്റാഫിനെ വെച്ചിരിക്കുന്നത്. അതിനിടയിൽ സുജിത് കുമാറിന്റെ കഴുത്തിൽ കിടക്കുന്ന ഓഫീസ് ടാഗ് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, സർ, എന്റെ സ്റ്റാഫിനും ഞാൻ ഇതുപോലൊരു ടാഗ് കൊടുത്തിട്ടുണ്ടെന്ന്. സുജിത് കുമാർ വീണ്ടും അത്ഭുതത്തോടെ ചോദിച്ചു, ഡോഗിനെ നടത്താൻ കൊണ്ടുപോകുന്ന ആൾക്ക് എന്തിനാണ് ഒരു ID കാർഡ് എന്ന്. അപ്പൊ അവൻ പറഞ്ഞു, ചെന്നൈയിൽ ഇതുപോലെ പെറ്റ് ഡോഗ്സിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സംഭവം ഇടയ്ക്കിടെ നടക്കാറുണ്ട്. അപ്പൊ കസ്റ്റമേഴ്സിനുള്ള ഒരു പ്രൂഫാണ്, കമ്പനി ടാഗ് കാണിക്കുന്നവരുടെ കയ്യിൽ മാത്രമേ നിങ്ങളുടെ ഡോഗിനെ നടത്താൻ കൊടുക്കാവൂ എന്ന്. ഇതിനേക്കാളൊക്കെ പുറമെ സുജിത് കുമാറിനെ അമ്പരപ്പിച്ചത് ആ പയ്യൻ തന്നെ കാണാൻ വന്ന പർപ്പസ് അറിഞ്ഞപ്പോഴാണ്. അവൻ പറഞ്ഞു, സർ, ഒരു IT കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നേ, എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി തരാമോ? www.dogwalker.com എന്ന പേരിൽ അവനൊരു വെബ്സൈറ്റ് ആരംഭിക്കണം. വെറും ഒരു AC മെക്കാനിക്കിൽ നിന്നും dogwalker.com വരെ എത്തി നിൽക്കുന്ന ഒരു സക്സസ് ജേണി. എല്ലാത്തിന്റെയും തുടക്കം എവിടെ നിന്നായിരുന്നു ആലോചിച്ച് നോക്കിയേ. അവന് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റിലുള്ള 2 കാര്യങ്ങളായിരുന്നു, അവന് നടക്കാനും ഓടാനും ഒക്കെ ഇഷ്ടമാണ്, ഒപ്പം പെറ്റ് ആനിമൽസിനെയും ഇഷ്ടമാണ്. അത് തന്നെയാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നതും. ഡു വാട്ട് യു ലവ് ആൻഡ് ലവ് വാട്ട് യു ഡു.